ഉള്ളിനുള്ളിൽ അക്ഷരപ്പൊട്ടുകൾ ആദ്യം തുറന്നു തന്നു. അദ്ദേഹത്തെ യോജിപ്പുകൾ എന്തെങ്കിലും തന്നെ പ്രകടമാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു മനുഷ്യസ്നേഹി തന്നെ ആ രീതിയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം. നടൻ ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറേ കമൻസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ശ്രീനിവാസൻ മരിച്ച സമയത്ത് മുഖ്യമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി വന്നപ്പോഴത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രിയെ കണ്ട് ഇന്നിട്ടില്ല. ഇതാണ് ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പ്രായം ചെന്നൊരു മനുഷ്യനല്ലേ, അറ്റ്ലീസ്റ്റ് ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇത്രയും ബോധവും വിവരവും ഇല്ലാത്ത നാറികളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം അച്ഛൻ മരിച്ച് കിടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വന്നപ്പോൾ ഇന്നീറ്റിൽ നിന്ന് മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഇന്നിക്കേണ്ട ആവശ്യമില്ല. കാര്യം ആ ആളുടെ ഇമോഷൻ എന്തായിരിക്കും മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഈ പറയുന്ന പിണറായി വിജയൻ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ തോളിൽ തട്ടുന്നുണ്ട്. അതും പോരാ തന്നെ അവിടെ ഒരു പെൺകുട്ടി ഇന്നീറ്റ് നിൽക്കുമായിരുന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിക്കും, വെറുതെ ഇന്നിട്ട് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ. ഇതൊന്നും ആൾക്കാർ കാണുന്നില്ല എന്നാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്ത് ശരിക്കും പറഞ്ഞ ചെളിയം കാണുവാണോ? സ്വന്തം പിതാവ് മരിച്ചു കിടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഇന്നീറ്റില്ലെന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കംപ്ലീറ്റും കടന്ന് ധ്യാന തെറി വിളിക്കുവാണ്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ഈ മാനസികാവസ്ഥ എന്താണെന്ന്. ഞാൻ കുറച്ച് കമൻസ് അവിടെ വായിക്കാം. മുഖ്യമന്ത്രി അരികിൽ എത്തിയിട്ടും ഒന്ന് എണ്ണീറ്റ് നിൽക്കാനുള്ള മാന്യത കാണിക്കാമായിരുന്നു. എന്നിട്ട് അതിന് ഏകദേശം 100 പേര് ലൈക്ക്. ഒന്ന് ആലോചിച്ച് നോക്കടേ. സ്വന്തം അച്ഛൻ മരിച്ച് കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ധ്യാൻ്റെ കരച്ചിലായിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട് എല്ലാ ന്യൂസ് ചാനലുകളിലും. ലക്ഷക്കണക്കിന് വ്യൂസ് ആണ്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് നിങ്ങൾ നോക്കണം. പോരാത്തതിന് ഇന്നലെ ധ്യാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ദിവസം തന്നെയാണ് സ്വന്തം അച്ഛൻ മരിച്ചത്. ഇതൊന്നും ഒരുത്തനും ചിന്തിക്കണ്ട. നിൻ്റെയൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. ഉടനെ അവിടെ ചെന്ന് കമൻ്റ് ഇടുവാണ് മുഖ്യമന്ത്രിയെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാമായിരുന്നു എന്ന്. CM വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇന്നീക്കാമായിരുന്നു, അതൊരു മര്യാദയായിരുന്നു. ശ്രീനിവാസൻ സാർ ആയിരുന്നു എങ്കിൽ അത് ചെയ്തേനെ. മരണ വീട്ടിൽ അവരുടെയൊക്കെ കൂടപ്പിറപ്പുകൾ ആരെങ്കിലുമൊക്കെ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇരുന്ന ആൾക്കാരെ തൊഴുതിട്ടും മാലയിട്ടും സ്വീകരിക്കുന്നതല്ല ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ മാനസികമായിട്ട് എന്തുമാത്രം തകർന്നായിരിക്കും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. അന്നേരമാണോ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പോകുന്നത്? എന്ത് വിവരമുണ്ട് ഇവന്മാർക്കൊക്കെ? നീയൊക്കെ വല്ല മാനസിക രോഗ ആശുപത്രിയിലും പോകുന്നതായിരിക്കും നല്ലത്. ഈ പിണറായി വിജയനെയൊക്കെ നിങ്ങൾ ആരാധിച്ചോ അല്ലെ തലയെ ചുമന്നുകൊണ്ട് നടന്നോ, അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയാണ്, റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് റെസ്പെക്റ്റ് കൊടുക്കേണ്ട സമയത്തും സ്ഥലത്തും അല്ലേ നമ്മളത് കൊടുക്കേണ്ടത്? ഒരു മരണ വീട്ടിൽ ചെല്ലുന്ന സമയത്താണോ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടത്? എഴുന്നേറ്റില്ലെങ്കിൽ അദ്ദേഹം തോളിൽ കൈവച്ചപ്പോൾ ആ കയ്യിൽ ഒന്ന് പിടിക്കാമായിരുന്നു, ബഹുമാന സൂചികമായി. തോളിൽ കൈ വയ്ക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ആ സൈഡിൽ ഇവിടെ വീഡിയോ കാണിക്കാം. അതിനുശേഷം നമുക്ക് ഈ കമൻസിലുള്ളവന്മാരെ ചീത്ത വിളിക്കാം. ധ്യാനിന്റെ തോളിൽ മുഖ്യമന്ത്രി കൈവച്ചപ്പോൾ ധ്യാനൊന്ന് നോക്കി, എന്നിട്ടും എണീറ്റില്ല. കാരണം അച്ഛന്റെ ദുഃഖത്തേക്കാൾ വലുതായി അപ്പോൾ മറ്റൊന്നുമില്ലാത്തതാവാം. മാത്രമല്ല ഒരാൾ ചങ്ക് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലൊന്നും ഒരു കാരണവശാലും ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ഒന്നും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പോലും പറ്റത്തില്ല. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? മുഖ്യമന്ത്രിക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. നിന്നെയൊക്കെ കണക്ക് ബോധവും വിവരവും ഇല്ലാത്ത ഒരാളല്ല അങ്ങേര്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ മനസ്സിലായി ധ്യാൻ്റെ സിറ്റുവേഷൻ എന്താണ്, അവസ്ഥ എന്താണെന്ന് നല്ലോണം മനസ്സിലായി. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ ചിന്താഗതി നിങ്ങളൊന്ന് ആലോചിച്ചോണം. ഇനി ഇതിനകത്ത് വേറൊരു സീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എണീറ്റ് നിന്ന ഒരു യുവതിയെ പിണറായി നിർബന്ധമായി ഇരുത്തുകയും ചെയ്തു. ആ സീനിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ധ്യാൻ എണീറ്റ് നിൽക്കാത്തതൊരു അപമാനമായി പിണറായിക്ക് അനുഭവപ്പെട്ടില്ല എന്ന് തന്നെയാണ്. കാരണം പിതാവിന്റെ മരണത്തിൽ ആ ഇന്നീറ്റ് നിന്ന പെൺകുട്ടിയെ വരെ അവിടെ പിരിച്ചിരുത്തുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ സിറ്റുവേഷൻ നല്ല രീതിയിൽ മനസ്സിലായി. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിനക്കൊന്നും ഇല്ലാതായി പോയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യരും ഈ ശ്രീനിവാസന്റെ മരണം കണ്ടിട്ട് വിഷമിക്കാതിരിക്കുമെന്ന്. കാര്യം നല്ല രീതിയിലുള്ള സങ്കടമുണ്ട്. കാര്യം അവരുടെ കുടുംബത്തിന്റെ കരച്ചിൽ, ധ്യാൻ്റെ കരച്ചിൽ, ഇതൊക്കെ കാണുമ്പോൾ നമ്മളായ പോലും ശ്രീനിവാസനെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. എന്നാൽ പോലും സിനിമകളിലൂടെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു മനുഷ്യൻ മരിച്ചു പോയി, അയ്യോ നല്ലൊരു നടനായിരുന്നു, പോരാത്തിന് ഇവരുടെ ഫാമിലി ഇവരുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിലൊരു സങ്കടം വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ തോന്നുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒന്നും പറയാനില്ലടാ. നിൻ്റെയൊക്കെ വീട്ടിലൊക്കെ ഇതുപോലൊരു അവസ്ഥ വരുമ്പം നീയൊക്കെ പഠിക്കത്തുള്ളൂ. നിൽക്കുള്ളൂ, ഒന്നും പറയാനില്ല. ഇനി കുറേ കമൻറ്റുകളുണ്ട്, എല്ലാം വായിക്കുക, എല്ലാത്തിനും കൊടുക്കുക. ഇത്രയും പ്രായമുള്ള ഒരാൾ വരുമ്പോൾ എണ്ണീറ്റ് നിൽക്കണം എന്ന് ഇനി ഏത് സ്കൂളിൽ പഠിക്കണം? നിൻ്റെയൊക്കെ അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന ആരെങ്കിലും നീയൊക്കെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയോ അതോ വരുന്ന ആൾക്കാരെ മാലയിട്ട് സ്വീകരിച്ച് അവരുടെ അടുത്ത് വിശേഷമെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയോ? എന്ത് ബോധം ഉണ്ടോ നിനക്കൊക്കെ? മോശമായി പോയി. മാനസികാവസ്ഥ മാനിക്കുന്നു എങ്കിലും കുറച്ചുകൂടെ വിനയമാകാമായിരുന്നു. എന്തോന്ന് വിനയമാണ് ഇവിടെ വേണ്ടത്? ഇവിടെ എന്തോ ഇവർ ശരിക്കും പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരാളുടെ ജീവനൊക്കെ ഇത്രയും വിലയുള്ളോ? ഒരാളുടെ ജീവനെക്കാട്ടിയും വിലയാണോ ഈ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്?
ആ സമയത്ത് മുഖ്യമന്ത്രിയല്ല, ഇനി ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ആൾ വന്നാൽ പോലും നമ്മൾ ഇനിയിട്ട് റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നമ്മുടെ ഇമോഷനാണ് ഏറ്റവും വലുത്. മാതാപിതാക്കൾ കഴിഞ്ഞിട്ടല്ല ഉള്ളൂടെ ഈ ലോകത്ത് വേറെ ആരും. മാതാപിതാക്കളെ കാട്ടി വലിയൊരാളാണോ ഈ പറയുന്ന മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ആരെങ്കിലും? നിങ്ങൾ തന്നെ പറ. ഇത്രയും പോലും ചിന്തിക്കാനുള്ള ഒരു ബോധം നിനക്കൊന്നുമില്ലല്ലോ. അത് ഇതിന് ലൈക്ക് അടിച്ച് കൊടുക്കുന്നത് 10, 200, 300 പേരൊക്കെ ലൈക്ക് അടിച്ച് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ഈ ആൾക്കാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ. പാർട്ടി എന്തുമാകട്ടെ, വ്യക്തി ആരുമാകട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദരവ് നൽകി പെരുമാറണം. അതാണ് ശരിയായ രീതി. എഴുന്നേറ്റ് നിൽക്കുകയൊന്നും വേണ്ട. മുഖ്യമന്ത്രി ആശ്വാസം എന്നോണം കൈ നീട്ടിയപ്പോൾ തിരികെ ആ കൈയിൽ ഒന്ന് സ്പർശിച്ചിരുന്നു എങ്കിൽ ധ്യാനം ഉണ്ടാകുന്ന മാനസിക ബലം വലുതാകുമായിരുന്നു. പിന്നെ മരിച്ചാൾ എണ്ണീറ്റ് വരുമായിരുന്നു? ഇല്ലല്ലോ. അങ്ങനെ തന്നെ ഞാൻ ചോദിക്കത്തുള്ളൂ. ഇന്നലെയും ഇന്നുമായിട്ട് സകലമാന ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ ധ്യാനം കൈ പിടിക്കാൻ പറ്റത്തില്ലായിരിക്കാം, എന്നിട്ടും ധ്യാൻ മുഖത്ത് നോക്കി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലായി അവരുടെ അവസ്ഥ എന്താണ് എന്ന്. ഇത്രയും നേരമായിട്ട് അവർ പച്ച വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? നീയൊക്കെ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടോ? അതും പോട്ട്, ഈ നിരന്തരമായിട്ട് ഈ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് മഴിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാർ പോയി പല സിനിമാ നടന്മാരുടെയും കൂടെ പോയി സെൽഫി എടുക്കാറുണ്ട്. നീയൊക്കെ ഇന്നേ വരെ അതിനൊക്കെ ചോദ്യം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. നീയൊക്കെ ഈ അറിയിക്കുന്ന പ്രതിഷേധം അവിടെ പോയി കാണിക്കും. ഈ സെൽഫി എടുക്കാൻ പോകുന്നവന്മാരുടെ ചെവുകുറ്റിക്ക് പിടിച്ച് 2 കൊടുക്ക്, അന്ന് നിന്നെയൊക്കെ അംഗീകരിക്കാം. രാഷ്ട്രീയം ഒന്നും നോക്കേണ്ടിയിരുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാരതിയാണ് അദ്ദേഹം. പ്രായത്തെ മാനിച്ചില്ലെങ്കിലും ആ മകൻ ഒന്ന് എഴുന്നേൽക്കാമായിരുന്നു. ഇവിടെ പാർട്ടി എന്തിനാണ് നീയൊക്കെ കുത്തി കയറ്റുന്നത്? ഇവിടെ പാർട്ടിയുടെ കാര്യങ്ങൾ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടോ? ധ്യാൻ്റെ സ്വന്തം അച്ഛൻ മരിച്ച് കിടക്കുന്ന സമയത്ത് ധ്യാൻ പാർട്ടിയെ പറ്റിയാണോ ചിന്തിക്കുന്നത്? എന്ത് വിവരമുണ്ട് നിങ്ങൾക്കൊക്കെ? നിങ്ങൾ ഈ ഒരു സാധനം എങ്ങോട്ടാണ് ഇത് വളച്ചുകൊണ്ട് പോകുന്നത്? ഇത് ഭയങ്കര ചെറ്റത്തരമാണ് ഇതൊക്കെ. ഒരാളുടെ ഇമോഷൻസ് പോലും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതിൽ പരം ഒരു ക്രൂരത വേറെ ഒന്നുമില്ല. ഒന്നും പറയാനില്ല നിൻ്റെ അടുത്തൊക്കെ. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇനി ആരും ഇല്ലെങ്കിൽ കൂടി ശ്രീനിവാസൻ്റെ മകൻ എഴുന്നേൽക്കാത്തത് ഒരു വല്ലായ്മയായി. എന്തുകൂടെ ഇത്രയും വല്ലായ്മയാകുന്നത്? ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് ഈ പറയുന്ന ധ്യാൻ ആയിക്കോട്ടെ ധ്യാൻ്റെ ഫാമിലിയും ചെയ്തത്? അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയാണ് ഇല്ലേ? അതായത് ധ്യാനെ സംബന്ധിച്ച് ലൈഫിൽ ഇനി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. സ്വന്തം പിറന്നാൾ ദിവസം തന്നെ സ്വന്തം അച്ഛൻ മരണപ്പെടുമെന്ന് പറയുമ്പോൾ ഇനി എത്ര കാലം ചെന്ന് കഴിഞ്ഞാലും മനസമാനത്തോടെ ആ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇത്രയൊക്കെയാണ് കമൻസ്. ഇതിൽ കൂടുതൽ വേറെ കമൻസും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് വേറെ പറയാനായിട്ട് വേറെ വാക്കുകളുമില്ല. കാര്യം ഇവന്മാരെ പോലെയുള്ള പരമനാറികളെയൊക്കെ എന്തോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുക. കാര്യം ബോധം വിവരമുള്ള ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും ഈ വീഡിയോ കാണുന്നത്. നിങ്ങളെങ്കിലും ചിന്തിക്കും, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മരിച്ച് കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ച് റെസ്പെക്ട് ചെയ്യാൻ പോവോ, അതോ നിങ്ങളുടെ സ്വന്തം അച്ഛനെയോ അമ്മയെ നോക്കി നിങ്ങൾ കരഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുമോ? ഇതൊക്കെ ഇങ്ങനൊരു ചോദ്യം പോലും ചോദിക്കുന്നത് മണ്ടത്തരമാണ്. അല്ല, ഇനി തീർന്നിട്ടില്ല. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. മമ്മൂട്ടിയുടെ ഒരു പുതിയ പടം ഇന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖാലിദ് റഹ്മാനാണ് അതിൻ്റെ ഡയറക്ടർ, ഷാരിഫ് മുഹമ്മദാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ഈ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മാർക്കോ മൂവിയൊക്കെ എടുത്ത വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ആ ഒരു മൂവിയുടെ ഒരു പോസ്റ്റർ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിലായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സോഷ്യൽ മീഡിയ പേജുകളൊന്നും മമ്മൂട്ടിയൊന്നും അല്ല ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിനെല്ലാം പ്രത്യേക ടീമും ആൾക്കാരും ഒക്കെ ഉണ്ട്. ഓക്കെ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ശ്രീനിവാസൻ മരിക്കുന്ന സമയത്ത് എന്തുമാത്രം മാനസികമായിട്ട് തകർന്നാണ് അവിടെ വന്ന് ഇരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ അവിടെ സൈഡിൽ ആ ഒരു വീഡിയോ വയ്ക്കാം, നിങ്ങൾ കണ്ടു കാണുമായിരിക്കാം. എന്നാൽ ഇപ്പം കുറേ ആൾക്കാർ വന്ന് മമ്മൂട്ടിയെ തെറി വിളിക്കുവാണ്. ചിത കത്തി തീരുന്നതിന് മുന്നേ തന്നെ നീ ഇവിടെ പടം അനൗൺസ് ചെയ്തു, നിനക്ക് നാണമുണ്ടോ എന്നുള്ള രീതിയിൽ. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഈ ഒരു പടം അനൗൺസ് ചെയ്യുന്നില്ല. കാര്യം കേരളം മുഴുവനും ഈ ഒരു വിഷമത്തിലിരിക്കുവാണ്. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെങ്ങാണ്ടേ അവർ ഈ ഒരു പടത്തെ പറ്റി അനൗൺസ് ചെയ്യുമെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മമ്മൂട്ടിയുടെ ഈ ഒരു പേജിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സാധനം അനൗൺസ് ചെയ്തു. മേ ബി എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അവരുടെ ഈ ടെക്നിക്കൽ ടീമുകളുണ്ടല്ലോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, അവരുടെ കയ്യിൽ മിസ്റ്റേക്കാണ്, അതല്ലാതെ മമ്മൂട്ടിയുടെ കയ്യിൽ മിസ്റ്റേക്ക് ഒന്നും അല്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ താഴെ വന്നേക്കുന്ന കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിച്ചു തരാം. അനൗൺസ് ചെയ്യാൻ പറ്റിയ സമയം, സഹപ്രവർത്തകൻ്റെ ചിത ഒരുങ്ങിയിട്ടില്ല. ആസ് എ മമ്മൂട്ടി ഫാൻ അനവസരത്തിലെ ഈ അനൗൺസ്മെൻറ്റിനോട് പൂർണ്ണമായും വിയോജിപ്പ്. ഇത് നിങ്ങളുടെ അറിവോടെയാണോ അതോ നിങ്ങളുടെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന മാന്യൻ്റെ തോന്നിവാസം? ഒറ്റ സുഹൃത്തിൻ്റെ സംസ്കാര ചടങ്ങ് കഴിയാനെങ്കിലും കാത്തിരിക്കാമായിരുന്നു, എന്നിട്ട് ഇടാമായിരുന്നു ഇത്. ഇങ്ങനെയുള്ള കമൻസുകളാണ് അതിൻ്റെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യവും അറിയാതെ വന്നിരുന്ന് മമ്മൂട്ടിയെ തെറി വിളിക്കരുത്. മേ ബി മമ്മൂട്ടിക്ക് ഇതിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടായി കാണത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ഓൾറെഡി ഈ ഒരു സാധനം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അവരിടത്തോളം എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഇടുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷേ മമ്മൂട്ടിയുടെ പേജിൽ ഈ ഒരു സാധനം അറിയാതെ ഈ സാധനം പോസ്റ്റായി പോയിട്ടുണ്ട്. മേ ബി ഇത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതായിരിക്കാം,
അല്ലെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ടീമിന് പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മേ ബി കിട്ടി കാണത്തില്ലായിരിക്കാം. പക്ഷേ ഇത് മമ്മൂട്ടിയുടെ അറിവോടെ കൂടിയിട്ടാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ലേ. കാര്യം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനും ശ്രീനിവാസനും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഇതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ഒരു കഥയും അറിയാതെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ തെറി വിളിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാൻ വേറെ ഒന്നുമില്ല. നിങ്ങളൊക്കെ ലേശം ബോധത്തോടെ ഒന്ന് ചിന്തിച്ചാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്ത ആരാണോ അവരുടെ കയ്യിൽ മിസ്റ്റേക്കാണിത്. അല്ലാതെ നമ്മൾ വെറുതെ മമ്മൂട്ടി ഈ ഒരു വിഷയത്തിൽ ഡ്രാഗ് ചെയ്തിടണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു കമൻസ് മാത്രമല്ല, ഒരുപാട് കമൻസ് ഉണ്ട്. ഞാൻ ആ കമൻസ് ഒന്നും എടുത്ത് വെച്ച് വായിക്കുന്നില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊക്കെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നതിന് മുന്നേ നീയൊക്കെ ചിന്തിക്കും, നിൻ്റെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ ഒക്കെ ഒരു അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നീയൊക്കെ എന്ത് ചെയ്യുമെന്ന്. ഇനി ഈ സംസ്കാര ചടങ്ങിൽ ആ ധ്യാൻ്റെ കരച്ചിലൊക്കെ നിങ്ങളൊന്ന് കാണണമായിരുന്നു. ആ അമ്മയുടെയും ആ ധ്യാൻ്റെയും ഒക്കെ കരച്ചിൽ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നത്. എന്തിനാ ഒരു കൊച്ചു കുട്ടിയുടെ വരെ, ആ കൊച്ചിൻ്റെ വരെയുള്ള കരച്ചിൽ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്ന് കമൻറ്റ് ഇടത്തില്ലായിരുന്നു. ഇത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ഇതിൽ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.